അങ്ങനെ പഴനിയിൽ നിന്നിറങ്ങി നമ്മുടെ അടുത്ത യാത്രയിലേക്ക് പോവുകയാണ്. പഴനിയിൽ നിന്നും ഏറെ പോവാൻ സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണിത്. ഇപ്പോൾ ഈ വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഈ സ്പോട്ട് എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കുറേ കാലമായിട്ട് പോകണം എന്ന് വിചാരിച്ച ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ പഴനി യാത്രയിൽ ഇതും കൂടി ഞങ്ങൾ ഇൻക്ലൂഡ് ആക്കി. കമോൺ മക്കളെ, വെൽക്കം ടു കൊടൈക്കനാൽ. എന്തിനാ ഇപ്പോൾ കൊടൈക്കനാൽ എന്നൊക്കെ പറയുമ്പോൾ ഇത്ര ഹൈപ്പ് എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് കൊടൈക്കനാൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു അവിടെ. തണുത്ത് വിറച്ച് ഫുള്ള് കോട നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇതാണ് നമ്മൾ താമസിച്ച വിഘ്നേഷ് കോട്ടേജ്. ഓരോ കോട്ടേജിനും ഓരോ പേരാണ്. ഇവിടെ അത്യാവശ്യം നല്ല സ്ഥലമുള്ള ഒരു സ്ഥലം തന്നെയാണ്. കൊടൈക്കനാലിൽ നിന്നും അത്യാവശ്യം ഉള്ളോട്ടേക്കാണിത്. ഒരു മല മുകളിലേക്ക് തന്നെ എത്തണം. അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ്, തണുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതിലെ പ്രകൃതി സൗന്ദര്യം അതുപോലെ തന്നെ മനോഹരമാണ്. 2 റൂമുകളിൽ ഒരു റൂമാണിത്. അതിലെ വിൻഡോസൊക്കെ തുറന്നു കഴിഞ്ഞാൽ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ലൊരു ബെസ്റ്റ് സ്ഥലം തന്നെയാണ് ഇത്. അതുമാത്രവുമല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, കുറേ കോട്ടേജസ് ഉണ്ട് അവിടെ. നമ്മുടെ ഫോണിന് അവിടെ റേഞ്ച് കിട്ടാൻ വഴിയില്ല, പക്ഷേ അവിടെ വൈഫൈ അവൈലബിൾ ആണ്. പിന്നെ ഫുഡ് അവിടെ അവൈലബിൾ ആണ്. അതിന് ഓരോന്നിനും ഓരോ ചാർജസ് ആണ്. നമ്മൾ ഓൾറെഡി വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. നമ്മളിവിടെ കൊടൈക്കനാൽ കഴിയുന്ന മുതൽ നമുക്കിങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരെ കാണാം. റൂം വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങളുടെ അവൈലബിൾ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് റൂം സെലക്ട് ചെയ്യാം. അടുത്ത കാഴ്ചകളൊക്കെ വേണ്ടി ഇറങ്ങുന്നു. പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ ബൈ ഫ്രം മിർച്ചി മല്ലു.